ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 52-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു ആലു ഇമ്രാനിലെ 13 തുടങ്ങി 22 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വിഷയം, ഈ ഇഹലോകത്തിൽ മനുഷ്യന് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അള്ളാഹു പറഞ്ഞു തന്നു. അത് മനുഷ്യ പ്രകൃതിയാണ്. അള്ളാഹു മനുഷ്യനെ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്ക് സ്ത്രീകളോടും കുട്ടികളോടും ധനത്തോടും അട്ടിയിട്ട കൂമ്പാരമായ സ്വർണത്തിനോടും വെള്ളിനോടും ഒക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. നല്ല വാഹനങ്ങൾ യാത്ര ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ല മുന്തിയ തരം വാഹനങ്ങളോട് ഇഷ്ടമുണ്ടാവും. പിന്നെ കൃഷിയോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും എന്നൊക്കെ അള്ളാഹു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞെന്താണ്, ഇതൊന്നുമല്ല, ഇതിനേലും ഉത്തമമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താണ് അള്ളാഹു പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഉന്നതമായതും അനശ്വരവുമായ സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനോടാണ് ഇതിനേക്കാട്ടൊക്കെ ഇഷ്ടമുണ്ടാവേണ്ടതെന്നാണ് നമ്മൾ ലാസ്റ്റ് ഭാഗം പറഞ്ഞു നിർത്തിയതല്ലേ. അപ്പോൾ ഈ പേജിൽ സത്യവിശ്വാസികളായ ആളുകളുടെ ഒരു പ്രാർത്ഥനയാണ് അല്ലാഹു ആദ്യം തന്നെ പറഞ്ഞു തന്നെ. നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. എന്താണ് ഈ പ്രാർത്ഥന പറയണത്? ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആദ്യം തന്നെ നമ്മൾ അള്ളാഹുവിനോട് പറയാണ്, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് റബ്ബേ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരണേ. ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണേ എന്നാണ് ഈ പ്രാർത്ഥന പറയണത്. അപ്പോൾ എങ്ങനത്തെ ആൾക്കാരാണിത് പറയുക? അള്ളാഹുവിൽ വിശ്വസിച്ച് പരലോകം ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ആദ്യം പറഞ്ഞത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. ഫഗ്ഫിർ ലനാ എന്നാ പറഞ്ഞത്. ഫഗ്ഫിർ എന്ന് വെച്ചാൽ എന്നാൽ, അല്ലെങ്കിൽ അതുകൊണ്ട്, ആകയാൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ വിശ്വസിച്ച കാരണമാണ് നമ്മൾക്ക് പുറത്തു തരണേന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പാപങ്ങൾ പുറത്ത് കിട്ടാനുള്ള ഒരു മാനദണ്ഡം എന്താണ്? സത്യവിശ്വാസി ആയിരിക്കുക എന്നതാണ് ആദ്യത്തെ ഒരു മാനദണ്ഡം അല്ലേ. അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാർക്കാണ് പുറത്തു തരണേന്ന് പറയാനുള്ള അർഹതയുള്ളൂ. നമുക്കപ്പോൾ ഈ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലായി. പിന്നെന്താണ്? സത്യവിശ്വാസികളല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കാനും പാടില്ല എന്ന് ഈ ആയത്തുകൊണ്ട് മനസ്സിലാവാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ഉമ്മാക്ക് വേണ്ടിയിട്ട് പാപമോചനം നടത്താൻ, ഇസ്തിഗ്ഫാർ നടത്താനായിട്ട് അള്ളാഹുവിനോട് അനുവാദം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു അനുവാദം കൊടുത്തില്ല. എന്നിട്ടാണ് ഖബർ സന്ദർശിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഖബർ സന്ദർശിക്കാനുള്ള അനുവാദം കൊടുത്തു. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാവണം എന്താണ്? സത്യവിശ്വാസി അല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമുക്ക് പാപമോചനം നടത്താൻ പാടില്ല, അല്ലെങ്കിൽ അത് പാപമോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാരണം അത് പുറത്ത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആദ്യത്തെ ക്വാളിറ്റി എന്തായിരിക്കണം? ഇയാൾ വിശ്വാസിയായിരിക്കണം എന്നുള്ളതാണെന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാവും. അടുത്ത ഭാഗം പറയണത് വഖിന അദാബന്നാർ, ഞങ്ങളെ നീ നരകശിക്ഷയിൽ നിന്നും കാക്കുകയും ചെയ്യണേ എന്നാണ് പ്രാർത്ഥിക്കണേ. അപ്പോൾ നമ്മൾ ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മൾ എന്താണ്? നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കാനും സ്വർഗവും ഒക്കെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. അള്ളാഹുവിനോട് ചോദിക്കണവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം എന്നല്ലേ. നമ്മൾ ഇഹലോകത്തിൽ എങ്ങനെയാണ്? നമുക്കൊരാളോടൊരു കാര്യം ചോദിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ചോദിക്കാൻ നമുക്കൊരു മടിയാണല്ലേ. ഇനി എങ്ങനെ അത് ചോദിക്കുക? പക്ഷെ അള്ളാഹുവിൻ്റെ അടുത്ത് അങ്ങനെയല്ല. അള്ളാഹ്ക്ക് കൂടുതലായിട്ട് ചോദിക്കണവരെയാണ് ഇഷ്ടം. നമുക്കവിടെ ചോദിക്കണേന് നമ്മളൊരു പിശുക്കും കാണിക്കേണ്ട, ഒരു മടിയും ഒരു നാണക്കേടൊന്നും വേണ്ട. അള്ളാഹുവിനോട് ചോദിക്കാനായിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള കുറവും വിചാരിക്കേണ്ട. നമ്മൾ ചോദിക്കണവർക്കേ കിട്ടുകയുള്ളൂ. അപ്പോൾ അള്ളാഹു പറയേണ്ടത് നിങ്ങൾ എന്നോട് ചോദിക്കുവിന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആരുടെ പ്രാർത്ഥനയാണിത്? ബുദ്ധിയുള്ള ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുള്ളൂ അല്ലേ. തെറ്റുകൾ വരാത്ത ഒരു മനുഷ്യന്മാരും ഇല്ല. ഞങ്ങളുടെ തെറ്റുകൾ നീ പുറത്തു തരണേ റബ്ബേ, ഞങ്ങളെ നീ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ എന്നാണ് ഈ പ്രാർത്ഥിക്കണത്.
ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കണ ആൾക്കാരുടെ കുറച്ച് ലക്ഷണങ്ങൾ അള്ളാഹു പറഞ്ഞുതരാണ്. അതായത് അവരുടെ കുറച്ച് ക്വാളിറ്റീസ്. അവരെങ്ങനത്തെ ആൾക്കാരായിരിക്കും? അസ്വാബിരീൻ, അവർ സ്വബറുള്ളവരായിരിക്കും. നല്ല സ്വബർ എന്ന് വെച്ചാൽ ക്ഷമ അല്ലേ? ക്ഷമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആ സ്വബർ എന്നുള്ളൊരു വാക്കിനെ മലയാളീകരിച്ച് വരും. മലയാളത്തിൽ അർത്ഥം പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിനെ കുറച്ചും കൂടിയും എന്താണ് ഡീപ്പാണ് ശരിക്കും ആ വേർഡിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ എന്താണ് ഒരാൾ ഇപ്പോൾ ഒരു കവളത്തടിച്ചാൽ മറ്റേ കവളും കൂടി കാണിച്ചു കൊടുക്കണം എന്നല്ല സ്വബറിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു പാവമായിട്ട് ആരെന്ത് പറഞ്ഞാലും അത് കേട്ട് സഹിച്ചിരിക്കണം, ഒരു പാവമാവണം എന്നല്ല ഈ സ്വബറിൻ്റെ ഉദ്ദേശം. എന്താണ്? ഏതൊരു സന്ദർഭത്തിലും നമ്മൾ തളരാതെ പതറാതെ ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത്, ആ ക്ഷമയാണ്, അതിനെയാണ് ഈ സ്വബർ എന്നുള്ള ഉദ്ദേശം. അപ്പോൾ നമ്മൾ എന്തൊരു സിറ്റുവേഷൻ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ദീൻ വിട്ടിട്ടൊരു പരിപാടിക്ക് നമ്മൾ നിൽക്കരുത്. അങ്ങനത്തെ യാതൊരു കോംപ്രമൈസിനും നമ്മൾ തയ്യാറാവാൻ പാടില്ല. പല പരീക്ഷണങ്ങളും ഉണ്ടാവും, പക്ഷേ അതിലൊന്നും നമ്മൾ തോറ്റു കൊടുക്കാണ്ട് അല്ലേ? നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ശക്തിയോടുകൂടി തന്നെ നിൽക്കണം. അതാണ് സ്വബർ എന്ന് പറയണത്. പിന്നെ അസ്വാദിഖീൻ, സത്യവാനായിരിക്കണം ഏതൊരു സന്ദർഭത്തിലും. നമുക്കിനി എന്തൊക്കെ പ്രതികൂലമായ സാഹചര്യം വന്നാലും നമ്മൾ സത്യം വിട്ടിട്ടൊരു കളി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ രണ്ടാമത്തെ ക്വാളിറ്റി പറഞ്ഞു, സത്യവാനായിരിക്കണം. വൽ ഖാനിത്തീൻ, കനത്തെന്ന് വെച്ചാൽ ഖാനിത്ത് എന്ന് വെച്ചാൽ ഭക്തൻ എന്നാണ് അർത്ഥം. അതായത് അനുസരണയുള്ളവൻ. ഏതൊരു വിഷയത്തിലും അള്ളാഹുവിനെ അനുസരിക്കണം. നമ്മൾ അള്ളാഹു പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അനുസരിക്കുക, പക്ഷേ ചില കാര്യങ്ങൾ അനുസരിക്കൂല എന്ന് പറഞ്ഞാൽ ഖാനിത്താവൂല ഒരിക്കലും. അള്ളാഹു എന്തൊക്കെ കാര്യങ്ങൾ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം പൂർണ്ണമായി അനുസരിക്കണ ആളായിരിക്കും. പിന്നെ അടുത്ത ക്വാളിറ്റി പറയുന്നത് വൽ മുൻഫിഖീൻ, ചെലവഴിക്കുന്നവനാണ്. അള്ളാഹു പറഞ്ഞ രീതിയിൽ നിർബന്ധമായ സക്കാത്തും ഐശ്ചികമായ സ്വതക്കയും ഒക്കെ ധാരാളമായി നൽകുന്ന ആളുകളായിരിക്കും അവർ. പിന്നെ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, പാപമോചനം തേടുന്നവർ. ഏത് സമയത്ത്? രാത്രിയുടെ അവസാന സമയങ്ങളിൽ, സുബഹിക്ക് മുമ്പുള്ള ആ ഒരു സമയമല്ലേ വളരെ പ്രത്യേകതയുള്ള സമയമാണ്. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്നതാണ്. എല്ലാ രാത്രിയിലും ഉണ്ടാവണ കാര്യമാണ്. പ്രഭാതോദയം വരെ അള്ളാഹു അവിടെ നമ്മളോട് ചോദിക്കും. ആരെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഞാൻ ഉത്തരം നൽകാം. പാപമോചനം തേടാൻ ആരുണ്ടെന്ന് അള്ളാഹു ചോദിക്കും. നമ്മൾ ഓരോ ദിവസം എത്രയോ തെറ്റുകൾ ചെയ്ത് കൂട്ടുന്നുണ്ടല്ലേ? അപ്പോൾ നമുക്ക് അള്ളാഹു ഓരോ ദിവസവും അതിനുള്ള അവസരം തരുന്നുണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇത് ചോദിക്കുന്നുണ്ടോ എന്നാണ് നമ്മളവിടെ ചിന്തിക്കേണ്ടത്. അപ്പോൾ എത്ര ക്വാളിറ്റീസാണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞു ക്ഷമയുള്ള, സ്വാബറായിരിക്കണം, സ്വബറുള്ള ആളായിരിക്കണം, സത്യവാനായിരിക്കണം, സ്വാദിഖായിരിക്കണം, ആയിരിക്കണം, ഭക്തൻ എന്ന് വെച്ചാൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളും അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിരിക്കണം. വൽ മുൻഫിഖീൻ, ചെലവഴിക്കുന്നവനായിരിക്കണം. പിന്നെന്താ? രാത്രിയുടെ അവസാന സമയങ്ങളിൽ പാപമോചനം തേടുന്നവരായിരിക്കണം. ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ആളുകളാണ് ഈ പ്രാർത്ഥന നടത്തുന്ന ആളുകളും ബുദ്ധിയുള്ള ആളുകളും എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. അടുത്ത ആയത്ത് നമുക്ക് നല്ല പരിചയമുള്ളൊരായത്താണ്, നോക്കാം. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് ആദ്യം സാക്ഷ്യം വഹിക്കണ ആരാണ്? അള്ളാഹു തന്നെയാണ്. അള്ളാഹു തന്നെ പറയാണ് ഞാനല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് അള്ളാഹു തന്നെ സാക്ഷ്യം വഹിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അള്ളാഹു കഴിഞ്ഞിട്ട് പിന്നെ മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നു. അവിടെ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മലക്കുകൾ അള്ളാഹുവിൻ്റെ പുത്രിമാരായിരുന്നു എന്നാണ് ജാഹിലിയ കാലത്തിൽ അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അള്ളാഹു അവിടെ തിരുത്താണ്. മലക്കുകളും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അള്ളാഹു അല്ലാതെ വേറെ ഒരു ഇലാഹില്ല, അള്ളാഹു ഏകനാണ് എന്നുള്ള കാര്യത്തിൽ മലക്കുകളും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? ഉലുൽ ഇൽമി, അറിവുള്ളവരിൽ ആരാണ് ആദ്യം ഇവിടെ? പ്രവാചകന്മാരല്ലേ? പ്രവാചകന്മാരും പിന്നെ പ്രവാചകന്മാരുടെ അനുയായികളും, അവരിലും അറിവുള്ള ആളുകളും ഇത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്ത്? അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലാന്ന്. ഖായിമൻ ബിൽ ഖിസ്ത് പക്ഷെ എന്താണ്? അള്ളാഹു എങ്ങനെയുള്ളവനാണ്? നീതിമുറ അനുസരിച്ച് നിലകൊള്ളുന്നവനാണ്. അള്ളാഹുവിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അവിടെ പറയണത്. അള്ളാഹു നീതി നടപ്പാക്കുന്നതാണ്. അള്ളാഹ്ക്കല്ലാണ്ട് ഏറ്റവും നന്നായി നീതി നടപ്പാക്കാൻ കഴിയൂല അല്ലേ? നമുക്കിവിടെ ഒരു തെറ്റ് ചെയ്യണ ഒരാളെ, ഇപ്പോൾ ഒരു 100 ആളെ കൊന്ന ഒരാളെ നമുക്ക് ഒരു പ്രാവശ്യം അയാളെ കൊല്ലാൻ പറ്റുള്ളൂ അല്ലേ? ഒരിക്കലും നമുക്ക്
നീതിപൂർവമായ ഒരു ശിക്ഷ നടത്താനോ ഒന്നും പറ്റണില്ല. അള്ളാഹുവിൻ്റെ അടുത്ത് അങ്ങനെയല്ല. ഏറ്റവും നീതിപൂർവമായിരിക്കും അള്ളാഹു എല്ലാവരോടും. ഒരാളോടും അള്ളാഹു അനീതി കാണിക്കൂല. അപ്പം അള്ളാഹുവിൻ്റെ ക്വാളിറ്റി അവിടെ പറയാണ് ഖായിമ. ഖാമ എന്ന് വെച്ചാൽ നിന്നു എന്നാണ്. ഖായിമ നിലകൊണ്ടുകൊണ്ട് എങ്ങനെ ബിൽ ഖിസ്തി നീതി മുറപ്രകാരമാണ് അള്ളാഹു നിലകൊള്ളുന്നത്. ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. പിന്നെ അള്ളാഹുവിന് 2 ക്വാളിറ്റീസ് പറയാണ്. അൽ അസീസ് പ്രതാപശാലിയാണ്, അൽ ഹക്കീം അഗാധജ്ഞനാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ആയത്തിൽ പറയണത്. അള്ളാഹു അല്ലാതെ വേറില്ല എന്ന് ആദ്യം അള്ളാഹു സാക്ഷ്യം വഹിച്ചു, പിന്നെ മലക്കുകൾ സാക്ഷ്യം വഹിച്ചു, പിന്നെ അറിവുള്ളവരും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അള്ളാഹു എങ്ങനെയാണ് നീതി മുറപ്രകാരമാണ് നിലകൊള്ളുന്നത്. പിന്നെ അള്ളാഹുവിൻ്റെ 2 അസ്മാ ഉൽ ഹുസ്നയിലെ 2 നാമങ്ങൾ പറഞ്ഞുതരാണ്. അവൻ വളരെ അസീസാണ്, പ്രതാപശാലിയാണ്, അൽ ഹക്കീമാണ് എന്ന് പറഞ്ഞു. ഈ ആയത്ത് ഓതി കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅന അലാ ദാലിക മിന ഷാഹിദീന യാ റബ്ബ് എന്ന് പറയാറുണ്ടെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? റബ്ബേ ഞാനും അതിന് സാക്ഷിയാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളും ഈ ഒരു ആയത്ത് ഓതി കഴിയുമ്പോൾ അങ്ങനെ പറയണോ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അങ്ങനെയാണ്. നരകത്തെ സംബന്ധിച്ച ആയത്തുകൾ പറയുമ്പോൾ ആ ഊത്ത് അവിടെ നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ട്, നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ. അതുപോലെ സ്വർഗത്തിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത പറയുന്ന സമയത്തും അവിടെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം നമ്മളും ഖുർആൻ ഓതുമ്പോൾ അർത്ഥം മനസ്സിലാക്കി ഓതുന്നവർക്കാണത് പറ്റുള്ളൂ അല്ലേ? നമ്മളും ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയിൽ അങ്ങനത്തെ ആയത്തുകൾ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ് മനസ്സിലാക്കണം. ഇനി അടുത്ത ആയത്തിൽ പറയണത് എന്താണ്? അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ മതം ഇസ്ലാമാകുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ അദ്ദീൻ എന്നാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. നിശ്ചയമായും ദീനിന് നമ്മൾ കുറേ അർത്ഥങ്ങൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് പറഞ്ഞല്ലേ? നടപടി, ക്രമം, ആചാരം, മതം, അല്ലേ, അനുസരണം എന്നൊക്കെ അതിൻ്റെ അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ അർത്ഥം എന്താണ്? ഈ ദീൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിത വ്യവസ്ഥ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ജീവിത വ്യവസ്ഥ എങ്ങനെയായിരിക്കണം? അൽ ഇസ്ലാം ആയിരിക്കണം. അസ്ലാമ എന്ന് വെച്ചാൽ എന്താണ്? കീഴൊതുങ്ങുക എന്നാണ്. അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിത വ്യവസ്ഥിതി ആയിരിക്കേണ്ടത് എന്നാണ് അള്ളാഹുവിടെ പറഞ്ഞത്. അപ്പോൾ അതായത് അങ്ങനെ അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കണ ആളുകളെയാണ് അള്ളാഹു പരിഗണിക്കുകയുള്ളൂ എന്നർത്ഥം. ഈ ഒരു ജീവിത വ്യവസ്ഥ ആര് കൊണ്ടുവന്നതാണ്? മനുഷ്യൻ ജനിച്ച കാലം തുടങ്ങിയ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചെന്നുള്ളതാണല്ലേ. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീനല്ല ഇസ്ലാം, അല്ലേ? അത് പലരും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇസ്ലാമിൻ്റെ സ്ഥാപകൻ. അങ്ങനെയൊന്നും അല്ലല്ലോ. അള്ളാഹു എല്ലാ പ്രവാചകന്മാരും നമുക്ക് എന്താണ്? ഈ ഒരു ജീവിത വ്യവസ്ഥ തന്നെയാണ് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഓരോ പ്രവാചകന്മാരിലൂടെയും. പക്ഷേ എന്താണ് വ്യത്യാസമുള്ളത്? ഓരോ പ്രവാചകന്മാർക്കുള്ള ശരീഅത്തിൽ വ്യത്യാസമുണ്ട്, അല്ലേ? നിയമവ്യവസ്ഥകളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പം മുമ്പുള്ള സമുദായത്തിനും നോമ്പ്, സക്കാത്ത്, നമസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്യണ രീതികളിൽ അള്ളാഹു വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ നമസ്കരിക്കണ പോലെ ആയിരുന്നില്ല മുമ്പുള്ള പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്ക് നമസ്കാരം നിർബന്ധമാക്കിയിരുന്നത്. അതുപോലെ തന്നെ നോമ്പും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അപ്പം എന്താണ്? ദീൻ എന്ന് പറഞ്ഞാൽ ഈ ജീവിത വ്യവസ്ഥ എന്ന് പറയുന്നത് അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടായിരിക്കണം. അത് മുൻകാല പ്രവാചകന്മാർ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മുതൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അപ്പോൾ അടുത്ത ഭാഗത്ത് പറയണത് എന്താണ്? ഈ വേദഗ്രന്ഥം നൽകപ്പെട്ടവർ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഭിന്നിച്ചിട്ടുള്ളൂ എന്നാണ് അള്ളാഹു പറയണത്. നമുക്ക് ബക്കറയിൽ പറഞ്ഞു തന്ന സെയിം ആയത്ത് തന്നെയാണ് ഇവിടെയും പറയണത്. അപ്പോൾ മഖ്തലഫ, ഇഖ്തലഫ എന്ന് വെച്ചാൽ ഭിന്നിച്ചു എന്നാണ്. അപ്പോൾ മാന്ന് വെച്ചാൽ ഇവിടെ ഇല്ല എന്നുള്ളർത്ഥം. അപ്പോൾ മഖ്തലഫ അവർ ഭിന്നിച്ചിട്ടില്ല. ആര്? അല്ലദീന ഊത്തുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. വേദഗ്രന്ഥം നൽകപ്പെട്ടവർ ആരൊക്കെയാണ്? യഹൂദികളും ക്രിസ്ത്യാനികളും, അല്ലേ? അവരാണ് വേദക്കാരെന്നറിയപ്പെടുന്നത്. ഇല്ലാ മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ഇൽമ്, അവർക്ക് അറിവ് വന്നതിന് ശേഷമല്ലാണ്ട് അവർ ഭിന്നിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് അറിവ് കിട്ടി, അതിന് ശേഷമാണ് അവർ ഭിന്നിച്ചത്. എന്ത് കാരണം? ഈ അറിവൊക്കെ കിട്ടിയിട്ടും പിന്നെ അവർ ഭിന്നിക്കാൻ കാരണം എന്താണെന്നാണ് ഇനി പറയണത്. ബഗയം ബൈനഹും, അവർക്കിടയിലുള്ള ധിക്കാരം, അവർക്കുള്ള എന്താണ്? വേറൊരാൾ പ്രവാചകൻ എന്താണ്? അറബികളിൽ നിന്ന് വന്നതുകൊണ്ട് അവർക്ക് അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റണില്ല. അപ്പം നമ്മളുടെ ഇന്നത്തെ അവസ്ഥയിലും അങ്ങനെ തന്നെയാണല്ലേ? പല പല വിഭാഗങ്ങളായിട്ട് നമ്മൾ തിരിയുന്നുണ്ട്. എന്താണ്? ഒരു പണ്ഡിതന് മറ്റേ പണ്ഡിതനെ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. അത് അംഗീകരിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഒരു വേറൊരു വിഭാഗം ആവുകയാണ്, അല്ലേ? അങ്ങനെയാണ് ഭിന്നിച്ച് പോണത്. അപ്പോൾ ആർക്കും അറിവില്ലാണ്ടല്ല ഇവർ ഭിന്നിക്കണത്. അപ്പോൾ വേദക്കാരെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, അവർക്ക് അറിവ് കിട്ടിയതിന് ശേഷം തന്നെയാണ് അവർ ഭിന്നിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? അവർക്ക് ധിക്കാരമായിട്ടാണ് അവർ ഭിന്നിച്ചത് എന്ന് പറഞ്ഞു. ഇനി വമയ്യക്ഫുർ, ഇനി ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം എന്തിൽ? ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ, ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, എന്നാൽ നിങ്ങൾ അറിഞ്ഞു വെച്ചോ അള്ളാഹു ഏറ്റവും വേഗത്തിൽ വിചാരണ നടത്തുന്നവനാകുന്നു. അടുത്ത ആയത്തിൽ പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനായിട്ട്
ന്യായം പറഞ്ഞ് വാദിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് പറയണത്. എന്താണ്, അറബികൾ എന്താണ് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരല്ല അല്ലേ. പക്ഷെ അവരുടെ വിശ്വാസത്തിൽ എന്തായിരുന്നു കുഴപ്പം? അവർ അള്ളാഹുവിനെ വിശ്വസിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതേ പ്രാധാന്യത്തിൽ തന്നെ മറ്റ് പലതിനെയും അവർ വിശ്വസിച്ചിരുന്നു, അവരെ ആരാധിച്ചിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് എന്താ പറഞ്ഞത്? അള്ളാഹു അല്ലാണ്ട് വേറെ ഇലാഹില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കത് അംഗീകരിക്കാൻ പറ്റണില്ല. അവർ പറഞ്ഞ എന്തായിരുന്നു? ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ആരാധിച്ചു വന്നിരുന്ന ഈ വിഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്നാണോ പറയണതെന്നാണ് അവർ ചോദിക്കണം. അവർക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അവർ പലതരത്തിലുള്ള ന്യായങ്ങൾ നടത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി ഞങ്ങളുടെ പൂർവികന്മാരൊക്കെ നരകത്തിലാണെന്നാണോ പറയണതെന്നൊക്കെ അങ്ങനെ പലതരത്തിലും ഇവർ നബീനോട് വാദിക്കാൻ വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് പറയണത്. അങ്ങനെ വാദിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് നീ പറഞ്ഞോ, എന്താണ്, ഞാൻ അള്ളാഹുവിൽ കീഴൊതുങ്ങിയിരിക്കുന്നു, എന്നെ പിൻപറ്റിയവരും അള്ളാഹുവിൽ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞോളാൻ. കാരണം അവരോട് തർക്കത്തിന് പോയിട്ട് കാര്യമില്ല. അത് അള്ളാഹു നേരത്തെ പറഞ്ഞുതരാണ്. ഇങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞാൽ മതി എന്നാണ് അള്ളാഹു പറയണത്. ഫൈൻ ഹാജുക്ക, ഇനി അവർ നിന്നോട് ന്യായവാദം ചെയ്തല്ല. ഹാജാന്ന് വെച്ചാൽ തർക്കിക്കുക. പല പല ന്യായങ്ങളും പറഞ്ഞിട്ട് തർക്കിക്കാൻ വരുന്ന ആൾക്കാർ. നമ്മളിത് ഈ ഒരു വാക്ക് നമ്മൾ സൂറത്തുൽ ബഖറയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു വിഷയം പറഞ്ഞ സമയത്ത്. അപ്പോൾ ഹാജാന്ന് വെച്ചാൽ ന്യായവാദം നടത്തുക. അങ്ങനെ നിന്നോട് അവർ ചെയ്താൽ എന്ത് പറയണം? ഫക്കുൽ, അപ്പോൾ നീ പറയുക, അസ്ലം തു, അസ്ലാമാന്ന് വെച്ചാൽ എന്താ? കീഴൊതുങ്ങി. അസ്ലം തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു. വജ്ഹിയ, എൻ്റെ മുഖം, വജ്ഹു എന്ന് വെച്ചാൽ മുഖം, എൻ്റെ മുഖത്തെ ഞാൻ കീഴൊതുക്കിയിരിക്കുന്നു. ആർക്ക്? ലില്ലാഹി, അള്ളാഹുവിൽ. വമനിത്തബഅൻ, ഞാൻ മാത്രമല്ല എന്നെ പിൻപറ്റിയവരും അള്ളാഹുവിൽ കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് അവരോട് പറയാനാണ് അള്ളാഹു പറഞ്ഞു കൊടുക്കണം. അപ്പം വഖുല്ലില്ലദീന ഊത്തുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ടവരോട് നീ പറയുകയും ചെയ്യുക. വേറെ എന്താ? വൽ ഉമ്മിയീൻ, ഉമ്മികൾ എന്ന് വെച്ചാൽ എന്താണ്? അക്ഷരജ്ഞാനമില്ലാത്തവർ. ആരാണ് അക്ഷരജ്ഞാനമില്ലാത്തവർ? അറബികളല്ലേ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറബികളെ സംബന്ധിച്ച് അവർക്ക് യാതൊരു വക വിവരവും ഇല്ലാത്ത ആളുകളാണ്. പക്ഷേ വേദക്കാരെങ്ങനെയാണ്? അവർക്ക് വിദ്യാഭ്യാസമുള്ള ആളുകളായിരുന്നു. കാരണം ഗ്രന്ഥം വായിക്കാൻ അറിയുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ ഈ രണ്ടു കൂട്ടരോടും പറയുക, അസ്ലം തു, നിങ്ങൾ കീഴൊതുങ്ങിയോ എന്ന് അവരോട് ചോദിക്കാൻ. ഇനി ആരെങ്കിലും കീഴൊതുങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ നേർമാർഗം പ്രാപിച്ചു. ഇനി അല്ല അവർ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി അവർ വിശ്വസിച്ചില്ല എന്നതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ബാധ്യത എന്താണ്? ഈ പ്രബോധനം അവർക്ക് എത്തിക്കൽ മാത്രമേ ഉള്ളൂ. നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നുണ്ട്, അവർ വിശ്വസിക്കാത്തത് കാരണം വിഷമിച്ച് നീ നിൻ്റെ ശരീരത്തെ തന്നെ ഇല്ലാണ്ടാക്കി കളയരുത് എന്ന് പറയണ്ടല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയണത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇവർ വിശ്വസിക്കാത്തതിൽ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ പറയുന്നുണ്ട് എന്താണ്? അവർ വിശ്വസിച്ചില്ലെങ്കിൽ നീ വിഷമിക്കേണ്ട, ഈ പ്രബോധനം എത്തിക്കൽ മാത്രമേ നിൻ്റെ ഡ്യൂട്ടി ഉള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞുതരാണ്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അള്ളാഹു എല്ലാ അടിയാന്മാരെ പറ്റിയും കണ്ടറിയുന്നവനാണ് എന്നാണ് ഈ ആയത്തിൽ പറയണത്. അപ്പോൾ ആയത്തൊന്ന് നോക്കുക. ഫൈൻ ഹാജു, കഴിഞ്ഞ് അവർ നിന്നോട് ന്യായവാദം ചെയ്താൽ ഫക്കുൽ, നീ പറയുക, അസ്ലം തു വജ്ഹിയലില്ല, ഞാൻ എൻ്റെ മുഖത്തെ അള്ളാഹുവിനെ കീഴൊതുക്കിയിരിക്കുന്നു, ഞാൻ മാത്രമല്ല വമനിത്തബഅൻ, എന്നെ പിൻപറ്റിയവരും. വഖുല്ലില്ലദീന ഊത്തുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ടവരോട് നീ പറയുക, വൽ ഉമ്മിയീൻ, അക്ഷരജ്ഞാനമില്ലാത്തവരോടും പറയുക, അസ്ലം തും, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്വസ്റ്റ്യനാണ്, നിങ്ങൾ കീഴൊതുങ്ങിയോ എന്ന് ചോദിക്കാൻ. ഇനി ഫഇൻ അസ്ലമു, എന്നിട്ട് അവർ കീഴൊതുങ്ങിയാൽ ഫഖദ് ഇഹ്തദൗ, അവർ നേർമാർഗം പ്രാപിച്ചു. വഇൻ തവല്ലൗ, വല്ലാന്ന് വെച്ചാൽ എന്താ? തിരിഞ്ഞു പോയാൽ. ഇനി അവർ തിരിഞ്ഞു പോയാൽ ഫഇന്നമാ അലൈക്കൽ ബലാഗ്, പ്രബോധനം എത്തിക്കൽ മാത്രമേ നിൻ്റെ മേൽ ബാധ്യതയുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞവരാണ്. വല്ലാഹു ബസീറും ബിൽ ഇബാദ്, എൻ്റെ അടിയാന്മാരെ പറ്റി അള്ളാഹു കണ്ടറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത ആയത്തിൽ വേദക്കാരോടുള്ളൊരു വർത്താനാണ് അള്ളാഹു പറയണത്. ഇവരെന്താ? ഇവർക്ക് ധിക്കാരം കാരണം അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളെയൊന്നും വിശ്വസിക്കണില്ല. അങ്ങനെ അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവിശ്വസിച്ചു, പ്രവാചകന്മാരെ കൊലപ്പെടുത്തി. ഒരു ന്യായവും ഇല്ലാണ്ട് വരണ പ്രവാചകന്മാരെ ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നീതി പറയുന്ന ആൾക്കാരെയും, അവർ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ആളുകളെയും ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെയാണ് അള്ളാഹു പറയണത്. എന്നിട്ട് അവരോട് അള്ളാഹു പരിഹാസപൂർവ്വം അവരോട് പറയാണ്, നിങ്ങൾക്ക് ഞാനൊരു സന്തോഷ വാർത്ത അറിയിച്ചു തരാം, എന്ത്? വേദനയേറിയ ശിക്ഷയെക്കുറിച്ചുള്ള വാർത്ത. അതാണ് അടുത്ത ആയത്ത് പറയണത്. അപ്പം ഇന്നല്ലദീന യക്ഫുറൂന, ഇന്ന നിശ്ചയമായും, അല്ലദീന വെച്ചാൽ
ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ, ആരാണ്? യക്ഫുറൂന, അവർ അവിശ്വസിച്ച യാതൊരു കൂട്ടരായ ആളുകൾ എന്തിലാണ് അവിശ്വസിച്ചത്? അവർ ബി ആയാത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ. പിന്നെ വയക്കത്തുലൂന, കത്തല എന്ന് വെച്ചാൽ കൊന്നു എന്നാണ്. വയക്കത്തുലൂന, അവർ കൊല്ലുകയും ചെയ്തു. ആരെ? അന്നബിയീന, പ്രവാചകന്മാരെ. ബി ഗൈരിൽ ഹക്ക്, യാതൊരു ന്യായവും കൂടാതെയാണ് അവർ കൊന്നിട്ടുള്ളത്. പിന്നെ വയക്കത്തുലൂന, അവർ കൊല്ലുകയും ചെയ്തു. അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്ത്, നീതിയെ പറ്റി പറയണ, നീതി കൽപ്പിക്കുന്ന ആളുകളെ അവർ കൊന്നു. മിനന്നാസി, മനുഷ്യരിൽ നിന്നും. ഫബഷിരുഹും, എന്നാൽ അവരോട് നീ ബഷറാൻ ചെന്ന സന്തോഷം അറിയിക്കുക, അവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. ബി അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷയെപ്പറ്റി എന്നാണ് അള്ളാഹു പറഞ്ഞത്. അടുത്ത ആയത്തിലും ഇവരോട് തന്നെയാണ് പറയണത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്താലും അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, നന്മയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അവർക്ക് അവിടെ ചെല്ലുമ്പോൾ, അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അതൊന്നും അവർക്ക് കാണാൻ പറ്റൂല, അതൊക്കെ നിഷ്ഫലമായി പോകും എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഉലൈക, യാതൊരു കൂട്ടർ. അല്ലദീന, ഉലായിക്ക അവർ, അല്ലദീന യാതൊരു കൂട്ടർ. ഹബിത്ത എന്ന് വെച്ചാൽ പൊളിഞ്ഞു പോയി അല്ലെങ്കിൽ വിഫലമായി, പ്രയോജനപ്പെടില്ല എന്നവർക്ക്. ഹബിത്തത് അഅ്മാലുഹും, അവരുടെ പ്രവർത്തനങ്ങൾ, നല്ല കാര്യങ്ങൾ. ഫിദ്ദുന്യ, ഇഹലോകത്തിൽ. വൽ ആഖിറ, പരത്തിലും. വമാലഹും മിൻ നാസിരിൻ, നസ്റാന്ന് ചെന്നാണ് സഹായിച്ചു എന്നാണ്. അപ്പം നാസിർ സഹായിക്കുന്ന ആൾ, അപ്പോൾ അവർക്ക് ഒരു സഹായം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ആദ്യം പറഞ്ഞു സത്യവിശ്വാസികളായ ആളുകളുടെ അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകളുടെ ഒരു പ്രാർത്ഥന പറഞ്ഞു. എന്താണ്? അള്ളാഹുവെ, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ, ഞങ്ങളെ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കുറച്ച് ക്വാളിറ്റീസാണ് പറഞ്ഞത്. അവർ സ്വാബിറാണ്, സ്വാദിഖാണ്, ഖാനിത്താണ്, മുൻഫിഖാണ്, പിന്നെന്താണ്? ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. ഏത് സമയത്ത്? രാത്രി സമയങ്ങളിൽ. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. രാത്രിയുടെ അവസാന സമയങ്ങൾ, സുബഹിക്ക് മുമ്പുള്ള ആ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകളാണെന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹു അല്ലാണ്ട് വേറൊരു ഇലാഹില്ല എന്നത് ആദ്യം സാക്ഷ്യം വഹിച്ചത് ആരാണ്? അള്ളാഹു തന്നെയാണ് ആദ്യം സാക്ഷ്യം വഹിച്ചത്. പിന്നെ മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രവാചകന്മാരല്ലേ, അറിവുള്ളവരും പ്രവാചകന്മാരും പ്രവാചകനിൽ നിന്നും സത്യം മനസ്സിലാക്കിയ അനുയായികളും അത് സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ആ ആയത്ത് ഓതുമ്പോൾ നമ്മളും പറയണം എന്താണ്? ഞങ്ങളും അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറയണം. പിന്നെ പറഞ്ഞു അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകാര്യമായ മതം ഏതാണ്? ഇസ്ലാം മാത്രമാണ്. സ്വീകാര്യമായ മതം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ജീവിത വ്യവസ്ഥ എങ്ങനെയാണ്? അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടായിരിക്കണം എന്നാണ് ആയത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഇതിൽ നിന്നും തെറ്റിപ്പോയിട്ടുള്ള ആളുകളൊന്നും അറിവില്ലാണ്ടൊന്നല്ല, എല്ലാവർക്കും കാര്യം മനസ്സിലായതിനു ശേഷം തന്നെയാണ്, അവരുടെ ധിക്കാരം കാരണമാണ് ഈ വേദക്കാരൊക്കെ തെറ്റിപ്പോയിട്ടുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? ഇവർ ഈ തെറ്റിപ്പോയ ആൾക്കാരൊക്കെ അറിഞ്ഞു വെച്ചോ, അള്ളാഹു ഏറ്റവും പെട്ടെന്ന് വിചാരണ പൂർത്തിയാക്കുന്നവനാണ്. അതായത് നിങ്ങൾക്ക് ശിക്ഷ പെട്ടെന്ന് തന്നെ വരും എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞു തന്നെ അല്ലേ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇനി നബിയെ താങ്കളോട് തർക്കിക്കാൻ വരുന്ന ആൾക്കാരോട് പറഞ്ഞോ, ഞാൻ അള്ളാഹുവിൽ കീഴൊതുങ്ങി, എന്നെ പിൻപറ്റിയവരും കീഴൊതുങ്ങിയിട്ടുണ്ട്, നിങ്ങൾ കീഴൊതുങ്ങിയോ എന്ന് ചോദിക്കാൻ അല്ലേ. വേദക്കാരോടും അക്ഷരജ്ഞാനമില്ലാത്ത അറബികളോടും ചോദിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. ഇനി അവർ കീഴൊതുങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ നേർമാർഗം പ്രാപിച്ചു, ഇനി അല്ല അവർ കീഴൊതുങ്ങിയില്ല, അവർ തിരിഞ്ഞു പോവുകയാണെങ്കിൽ നബിയെ താങ്കൾ വിഷമിക്കൊന്നും വേണ്ട, പ്രബോധനം എത്തിക്കൽ മാത്രമേ നബിയുടെ ഡ്യൂട്ടി ഉള്ളൂ. അള്ളാഹു എല്ലാവരെക്കുറിച്ചും, അള്ളാഹുവിൻ്റെ എല്ലാ അടിയാന്മാരെക്കുറിച്ചും കണ്ടറിയുന്നവനാണെന്ന് അള്ളാഹു അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഈ വേദക്കാരുടെ കുറച്ച് ധിക്കാരങ്ങളാണ് പറഞ്ഞത്. അവരെന്താണ് ചെയ്തിരുന്നത്? അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവർ കളവാക്കി, വരണ പ്രവാചകന്മാരെ യാതൊരു ന്യായവും ഇല്ലാണ്ട് അവർ വധിച്ചു കളഞ്ഞു. പിന്നെ അല്ലാണ്ട് നീതി സംസാരിക്കുന്ന, നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരെയും അവർ വധിച്ചു കളഞ്ഞു മനുഷ്യരിൽ നിന്നുള്ള. പിന്നെന്താണ്? അപ്പോൾ അവരോട് പറയാണ്, നിങ്ങളൊരു സന്തോഷ വാർത്ത അറിഞ്ഞോ, നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ കിട്ടാനുണ്ട് എന്നൊരു വാർത്ത അറിഞ്ഞോ എന്ന് അള്ളാഹു അവിടെ പരിഹാസപൂർവ്വം പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഈ ആളുകൾ ഇനി ഇഹത്തിൽ വെച്ച് എന്തെങ്കിലും നല്ലതൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിശ്വാസം ഇല്ലാണ്ടും അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.